ടിബറ്റിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 120-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഭൂകമ്പത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ടിബറ്റിൽ ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പം ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ജപ്പാനിൽ വൻ ഭൂകമ്പമായിരുന്നു ഉണ്ടായിരുന്നത്. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ക്യുഷു മേഖലയിലാണ് പ്രധാനമായും റിപ്പോർട്ട് ചെയ്തത്. 37 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സിസ്മോളജിക്കൽ സെന്റർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹ്യൂഗാൻ നാഡ കടലിലാണ് ഭൂകമ്പം പ്രധാനമായും റിപ്പോർട്ട് ചെയ്തത്. പല പ്രദേശങ്ങളിലും അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ജനുവരി 7-നായിരുന്നു ടിബറ്റിലെ പിടിച്ചുകുലുക്കിയ വൻ ഭൂകമ്പം ഉണ്ടായിരുന്നത്. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയതുൾപ്പെടെ 1 മണിക്കൂറിൽ 6 ഭൂചലനങ്ങളാണ് തുടർച്ചയായി ഇവിടെ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ ആളപായം കുറവാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തകർ നടത്തിയ വ്യാപക പരിശോധനകളിൽ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നും മറ്റും നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. 300ഓളം പേർക്കാണ് പ്രധാനമായും പരിക്കേറ്റത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലെ ഈ സമയം ഭൂകമ്പം അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെയാണ് ടിബറ്റിലും ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രതയാണ് ഈ ഭൂകമ്പത്തിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 120-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഭൂകമ്പത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ടിബറ്റിൽ ഭൂകമ്പം ഉണ്ടാകുന്നതെന്നതും ഞെട്ടിക്കുന്നതാണ്. ടിബറ്റിലുണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നും സൈന്യം 400ഓളം പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. കൊടും തണുപ്പിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി ആളുകളാണ് കുടുങ്ങിക്കിടന്നത്. -18°C ആണ് പ്രദേശത്തെ താപനില നിലനിന്നിരുന്നത്. വീടുകളിലും മറ്റും തകർന്ന എല്ലാം നഷ്ടപ്പെട്ട തുറസായ പ്രദേശങ്ങളിൽ ടെന്റുകളിൽ കഴിയുന്നവർക്കും ഈ തണുപ്പ് വലിയ ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഉയർത്തുന്നത്. 126 പേർ മരിക്കുകയും 188 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഭൂകമ്പത്തിൽ 3600 വീടുകളായിരുന്നു തകർന്നത്. പ്രഭവ കേന്ദ്രമായ ടിങ്കരിയുടെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന 400 വിനോദസഞ്ചാരികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്.